നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്റ്റെപ്പ് തൂക്കാൻ വന്നതാണ്. ഈ സ്റ്റെപ്പിലിരുന്നുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ പറയുന്നത്. ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. പാചകമോ ഒന്നുമില്ല, ചെറിയൊരു കറി വയ്ക്കുന്നതിൻ്റെ മാത്രം വീഡിയോയെ കാണിക്കുന്നുള്ളൂ. ഇനിയും വീഡിയോയിലേക്ക് പോകാം. സ്റ്റെപ്പേലൊക്കെ ഒത്തിരി കരിയില ഉണ്ടായിരുന്നു. തൂത്തുവാരാവുന്ന വെച്ച് കയറി വന്നപ്പോൾ 2 പൂച്ചകൾ നമ്മൾ ഭയങ്കര ബഹളം. ഇതിന് കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളെ എടുക്കാൻ മറ്റൊരു പൂച്ച വന്നതാണ്. ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പോൾ സമാധാനത്തിൽ കുത്തിയിരിക്കുകയാണിത്. വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ അക്കരെ മലയിലുള്ള ഒരു കാഴ്ചയാണ് ഇത്. അതുകൊണ്ട് ഒത്തിരി ചപ്പുണ്ട്, ഒരുപാട് ഇത് കരിയിലുണ്ട് തൂക്കാണ്. സ്റ്റെപ്പേലെല്ലാം കരിയില ദിവസവും ആയി കിടക്കും. ഇതൊന്ന് തൂത്ത് വരാമെന്ന് വിചാരിച്ച് വന്നതാണ്. മഴയ്ക്ക് മുമ്പേ തൂത്ത് വാരി കളയണം. ഇവിടെ മഴയായിരുന്നു. ഉച്ച കഴിയുമ്പോൾ മഴ തുടങ്ങും. അവിടെയൊക്കെ മഴയുണ്ടോ? ഓരോ സ്റ്റെപ്പും തൂത്ത് വാരി വെക്കാം. ഇത് വീടിൻ്റെ പുറകുവശത്തുള്ള സ്റ്റെപ്പാണ്. അങ്ങോട്ട് കയറി പോകാനുള്ളതാണ്. പയറരിഞ്ഞ് ഞാനൊരു മെഴുക്കുവരട്ടി പരുവത്തിലാക്കി വെച്ചു. തോരന് ആണെങ്കിൽ തേങ്ങ ഇട്ടാൽ മതി. ഞാൻ തേങ്ങ ഇടുന്നില്ല. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് കടുകിട്ട് കൂട്ടി അതിന് ശേഷം പയർ അരിഞ്ഞതും പച്ചമുളകും കൂടി ഇട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതീയിൽ അടച്ചു വെച്ചു. അതിന് ഏകദേശം മൂത്ത് വന്നപ്പം ഒന്ന് നിരത്തിയിട്ട് കൊടുത്തു. കുറേ കൂടെ പയർ അരിഞ്ഞതുണ്ടായിരുന്നു. ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. കുറേശ്ശെ കറി വെച്ചാൽ മതിയല്ലേ. അങ്ങനെ പയർ മെഴുക്ക് വരട്ടി എന്ന് പറയാം. അത് വെന്തു. ഇതെല്ലാം നല്ല മഴയുണ്ടായിരുന്നു ഇവിടെ. ഇനിയും ഷീറ്റ് പറക്കി പുകയ്ക്കാൻ പോവുകയാണ്. ഇന്നലെയെല്ലാം ഇവിടെ സൂപ്പർ മഴയായിരുന്നു. വൈകാറായപ്പോഴത്തേനും മഴ തുടങ്ങി. അവിടെയൊക്കെ മഴ പെയ്തോ? നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇനിയും ഷീറ്റുകളൊക്കെ കുറച്ച് കിടപ്പുണ്ട്. അത് പറക്കിയിടാൻ പോവുകയാണ്. ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഒട്ടുപാലെല്ലാം നനഞ്ഞു. ഒട്ടുപാലെല്ലാം ഒന്ന് വെയിലത്തിടാൻ വന്നതാണ്. എനിക്ക് വെയിലത്തോടെ ഇടാം. കാണിക്കാമേ. ഇട്ടുക പറ. ഇന്നലെ ഫുൾ നനഞ്ഞായിരുന്നു. അതൊന്ന് നിരത്തിയിടാം. ഒന്ന് തോരട്ടിപ്പം വെയിലൊന്ന് തെളിഞ്ഞിട്ടുണ്ട്. എനിക്ക് ഷീറ്റ് പുകപ്പുരയിലിട്ട് പോയിക്കണം. അതിനായിട്ട് വന്നതാണ്. ഷീറ്റെല്ലാം പറക്കിയിടാൻ പോവുകയാണ്. ഇതൊന്ന് നിരത്തിയിട്ടിട്ട് അഴയിൽ കിടന്ന ഷീറ്റെല്ലാം പറക്കിയിട്ടു. ഇനിയും ഇത് തീ കത്തിച്ച് കൊടുക്കാൻ പോവുകയാണ് ഞാൻ. ഇനി ആ തെളിച്ചിട്ട സ്ഥലത്തൊക്കെ 5-6 കപ്പ ഇടാമെന്നതോ വിചാരിക്കുന്നു. കപ്പ ഇടണം. കുറേ അടുത്ത് തെളിച്ചിട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ചൂടല്ല. ചൂടലില്ലാത്ത കപ്പ ഇട്ടാലങ്ങ് ശരിയാകത്തില്ല.
ഇനി ഒന്ന് തീ കത്തിക്കാനായിട്ട് വിറകെടുക്കാം. ഇതിനായിട്ട് വിറക് സൂക്ഷിക്കുന്നിടത്ത് കതകൊന്ന് തുറന്നു കൊടുക്കാം. ഒട്ടുപാല് പെരയ്ക്കകത്തിട്ടേക്കുവാണ്. മഴയല്ലായിരുന്നോ, ഇങ്ങനെ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇവിടാണ് വിറക് അടുക്കി വെക്കുന്നത്. വിറകെടുത്തുകൊണ്ട് പുകയ്ക്കാനുള്ള വിറകെടുക്കുകയാണ്. ഇതിൻ്റെ കുറച്ച് പച്ചവിറക് കൂടി എടുക്കാം. ഇവിടെ ഉണങ്ങാൻ കുറച്ച് ഒട്ടുപാലെല്ലാം നേരത്തെ ഇട്ടിട്ടുണ്ട്. മഴ വരുമ്പം, ഇന്നലെ മഴ വന്നപ്പം മൊത്തം നനഞ്ഞു പോയി. വാരി ഇവിടെ നിരത്തിയിരിക്കുകയാണിത്. വേറെ പോകുന്നുണ്ട്. കത്തിപ്പിടിക്കാൻ കുറച്ച് പാടുപെടും. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് വിറക് അടുക്കുക. അത് ആദ്യമേ കുറച്ച് ഉള്ളിൽ വിറക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് തീ കത്തിച്ച് കൊടുക്കുകയാണ്. ഇനിയും പിന്നെ ഇതിൻ്റെ സ്പേസ് ഉള്ളിടത്ത് വിറക് വെച്ചിട്ട്, ഇത്തിരി വിറക് വേണ്ട, കുറച്ച് വിറക് വേണം, വെച്ചിട്ട് ഇത് അടച്ചു കൊടുക്കും. തീ കത്തി പിടിക്കുന്നതോടെ വരെ ഒരു ജോലിയാണ്. പുകയൊക്കെ ആയി തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് പുക നല്ലതായിട്ടായിട്ടേ ഇതടയ്ക്കാൻ പറ്റത്തുള്ളൂ. പുകഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇനി ഇത് മൊത്തം, ഈ റൂം മൊത്തം പുക കൊണ്ട് നിറയും. അപ്പോൾ അത് അടച്ചു കൊടുക്കാം. തീയൊക്കെ കത്തിച്ചു. ഇനി വീട്ടിലോട്ടിറങ്ങി പോവുകയാണ്. പുകപ്പരയിലൊക്കെ തീ കത്തിച്ച് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഭയങ്കര ചൂടത്ത് നല്ല ചൂട് വെള്ളമാണ് കുടിക്കുന്നത്. നല്ല ചൂടത്തൂന്ന് വരുമ്പോൾ ചൂടുവെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, കമൻറ്റ്, അതിലുപരി പുതുതായി കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.